എല്ലാവർക്കും നമസ്കാരം. യേശു ഒരു മിസ്ട്രിക്കൽ യോഗിയാണ്. ഇപ്പോൾ ഈ ക്രിസ്മസ് രാവിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും നക്ഷത്രങ്ങളിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുന്നു. എപ്പോഴും ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഇരുട്ടിനെ, നമ്മുടെ ഉള്ളിലെ തോട്ട്സിനെ, നമ്മുടെ ഉള്ളിലെ ചിന്തകളെ ശുദ്ധീകരിക്കപ്പെടുത്തി ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ഒരാളാണ് ഗുരു. ഇരുട്ടിൽ നിന്ന്, നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലെ ക്ലാരിറ്റി, എന്താണ് ജീവന്റെ ക്ലാരിറ്റി എന്ന് അറിയിക്കുന്ന ഒരാൾ. ചട്ടമ്പിസ്വാമികളും നാരായണ ഗുരുദേവരും അഗസ്ത്യനും ശങ്കരാചാര്യരും എല്ലാവരും തന്നെ ഏറ്റവും ഉയർന്ന നിർവികൽപ്പ സമാധി പോയിരിക്കുന്ന ആ നക്ഷത്രങ്ങളായി തീർന്നിരിക്കുന്ന ഗുരുക്കന്മാരാണ്. അതേപോലെ തന്നെ ഒരിക്കലും നമ്മുടെ കണ്ണുകൊണ്ട് ആ ഒരു പ്രകാശത്തിന്, ഈ ഫിസിക്കൽ ഐസ് കൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്നാൽ യേശുവിൻ്റെ പ്രകാശം ഇന്നും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. അത്യാവശ്യം കുണ്ടലിനിയൊക്കെ ഉയർന്ന യോഗികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ പ്രസൻസ്. എല്ലാവരും പറയുന്നു അവൻ അവതരിക്കുന്നു. അവൻ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. യേശു പഠിപ്പിച്ചിരിക്കുന്ന മാനം ഭക്തിയുടെയാണ്. പിന്തുടരുക, ഞാൻ ഒപ്പം ഉണ്ടാവും. സത്യമാണ്, കൃഷ്ണനും ഇതാണ് പറഞ്ഞത്. ഒപ്പം വരിക, ഞാൻ നോക്കിക്കോളാം ബാക്കിയുള്ളത്. എപ്പോഴും യോഗയുടെ മാനത്തിലൊരു രീതിയിൽ രണ്ട് തരത്തിൽ സീക്ക് ചെയ്യുന്നവരുണ്ട്. ഒരു ഗുരുവിനോട് ദീക്ഷ എടുത്തുകൊണ്ട് കുണ്ടലിനി ചൈതന്യം കുണ്ടലിനി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഇല്ലാത്ത ഒരു ഉറങ്ങിയിരിക്കുന്ന ബുദ്ധിയെ ഉണർത്തുന്നു. ആറാം ഇന്ദ്രിയത്തോടെ ഈ സൃഷ്ടിയുടെ ഒരു മാനത്തെ, ഊർജത്തെ അനുഭവിച്ചറിയുന്നു. എന്നാൽ ഭൗതിക ജീവിതത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും തന്നെ അങ്ങനെ എത്രത്തോളം ഡിസിപ്ലിൻ, അതൊരു അച്ചടക്കത്തോടു കൂടി പോകുന്ന ഒരു ധ്യാന പദ്ധതി മാർഗമാണ്. എന്നാൽ ഭൗതിക ജീവിതത്തിനോടൊപ്പം ജീവിച്ച് ആത്മമുക്തി പ്രാപിക്കണമെന്നുള്ളവർക്ക് എപ്പോഴും ഉയർന്നൊരു യോഗിയുടെ എന്തെങ്കിലും രീതിയിൽ അവരോടൊപ്പം ഒന്ന് കൂടുമ്പോൾ അവരത് സാധ്യമാക്കുന്നു. യേശുവിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും എപ്പോഴും തന്നെ ക്രിസ്ത്യൻ മിസ്റ്റിസത്തിന്റെ ഏറ്റവും ഒരു ഉയർന്ന യോഗി വര്യനാണ് അദ്ദേഹം. ഇന്നും ആ നക്ഷത്രം ഇവിടെ നിന്ന് പോയിട്ടില്ല. നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന പ്രസൻസ് ആണ്. എനിക്ക് പേഴ്സണലി ആ എനർജി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളുമാണ്. എപ്പോഴും നമ്മൾ ആത്മാർത്ഥതയോടെ, രമണ മഹർഷി പറയുന്നത് പോലെ, ഭക്തി ഹൃദയത്തിൽ നിന്നാണെങ്കിൽ അവിടെ ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഇതിനെയെല്ലാം ഗ്രഹിക്കാൻ പറ്റുന്നു. നമ്മളവിടെ ആരെങ്കിലും അതൊരു രീതിയിലല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മളെ ആത്മമുക്തിയിലേക്ക് നയിക്കുന്നു. കൂടുതൽ വേദവും ഉപനിഷത്തും ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ബൈബിളോ ഒരു ഖുറാനോ ഒന്നും വേണ്ട. നമ്മൾ ആ ഹൃദയം കൊണ്ട് എൻ്റെ യേശു അപ്പച്ച, എൻ്റെ കൃഷ്ണ എന്നൊക്കെ വിളിക്കുന്ന ആ സമർപ്പണം മതി. അവിടെ വേറെ ഒരു എക്സ്പെക്റ്റേഷനും വേണ്ട. അത് നമ്മളിലേക്ക് കൂടുതൽ ജ്വലിക്കുന്ന രീതിയിൽ അത് നമ്മളിൽ പ്രവർത്തിക്കും. നമസ്കാരം.